പ്രതിഷേധ ധർമ്മ അല്ലെങ്കിൽ നിരാഹാരം സമരം പോലുള്ള പരിപാടികളൊക്കെ സാധിക്കുന്നതിന് അതിൻ്റെ സമാധാനങ്ങൾ ഈ നാട്ടിലെ ഇപ്പോൾ നമ്മൾ ഒരു നിൽക്കുന്ന ഈ റോഡിൻ്റെ ചരിത്രം പറയുമ്പോൾ ഏകദേശം 45 വർഷത്തിൽ ഏറെയായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു സഞ്ചാരമാർഗമാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ റോഡ്. ഇപ്പോൾ നമ്മൾ പിന്നെ പണികൾ പുരോഗമിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രാ സൗകര്യം അടഞ്ഞു പോകും എന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഈ NHൻ്റെ പണികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇത് പണികൾ പുരോഗമിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ശരിയായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കാലേക്കൂട്ടി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടികൾ നേരത്തെ നടത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിലും ഈ വൈകിയ വേളയിലാണെങ്കിൽ കൂടിയും നമുക്ക് ഏവർക്കും വേണ്ട ഈ റോഡ് ഗതാഗതം നമുക്ക് നിലച്ചു പോകാത്ത രീതിയിൽ ഈ ജില്ലാ പഞ്ചായത്ത് റോഡിൽ ഒരു അണ്ടർപാസ് അനുവദിക്കുക. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ കുടിവെള്ളം കിട്ടുന്നതിനുള്ള പൈപ്പ് ലൈനുകളൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടി പോയിട്ടുണ്ട്. ഇതിൻ്റെ പണികൾ നടന്നു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എന്താകും എന്നുള്ളൊരു ഭീതി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അടുത്ത കാലവർഷത്തോടു കൂടി നമ്മുടെ ഈ പ്രദേശത്ത് 2 ഭാഗത്തും നല്ലൊരു രീതിയിലുള്ള വെള്ളക്കെട്ട് വന്നിട്ട് പ്രദേശത്തെ ജനജീവിതത്തെ അത് ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ള ഈ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു സമരപരിപാടിക്ക് ജനകീയ സമരസമിതി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മളിന്ന് നടത്തുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ സാമുദായിക യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി വീണ രത്നൻ അവരുകളാണ്. ശ്രീമതി വീണ രത്നനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം. സംയുക്തമായിട്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. 2 സെക്രട്ടറി അവരുകളുണ്ട്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി അനിൽകുമാർ അവർക്ക് എത്തിയിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മി അനിൽകുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫ്രാൻസിസ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ അശോകൻ, അതുപോലെ വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേര് ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരുമിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ശേഷം മാത്രമേ ഇവിടെ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് പോകുന്ന ഈ റോഡ്, ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ നിന്ന് തന്നെ കേൾക്കുമ്പോൾ 1974 ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച് ഈ റോഡ് വന്നതാണ്. അന്ന് ഡോക്ടർ അപ്പുക്കുട്ടനാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള പരിശ്രമവും നടത്തിയത്. ഈ റോഡ് വെട്ടിത്തെളിക്കുമ്പോൾ തന്നെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ റോഡിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഈ നാടിൻ്റെ തന്നെ മകനായ കരുത്തല രാമകൃഷ്ണൻ ആണ്. ഇങ്ങനെ അത്രമാത്രമുള്ളൊരു ചരിത്രരേഖ കിടക്കുന്ന ഒരു റോഡാണിത്. ആ റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു അടിപ്പാതയില്ലാതെ നമുക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ഒരു NH വരുന്നത് സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള ഈ റോഡ് ഇത്രമാത്രം സൗകര്യപ്രദമായിട്ട് 2.5-3 മണിക്കൂർ കൊണ്ട് എത്താവുന്ന രീതിയിലേക്ക്
ഈ റോഡിൻ്റെ വികസനം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനുമൊക്കെ സൗകര്യപ്രദമായ വിധത്തിലേക്ക് ആയിത്തീരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ റോഡിൻ്റെ പാത ഇത്ര വികസനം നടത്തുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സമൂഹം അല്ലെങ്കിൽ ജനത അങ്ങേയറ്റം കഷ്ടപ്പെടുകയും കഷ്ടപ്പാടനുഭവിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് റോഡ് പോകുക എന്നുള്ളത് അതിലും കഠിനമായ വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഈ 2 ദിവസമായിട്ടുള്ളൂ മഴ കാര്യമായിട്ട് പെയ്ത്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ അടക്കമുള്ള ചില ഭാഗങ്ങളിൽ വീടുകൾ ശോചനീയാവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെയും റോഡുകൾ പോകുമ്പോൾ ഈ കുര്യാപ്പള്ളി ഭാഗത്തുള്ള പല വീടുകളിലും വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ രോഗാവസ്ഥകളുമൊക്കെ കണ്ടുവരികയാണ്. അത്രമാത്രമുള്ള ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റോഡായിട്ടല്ല റോഡ് വരേണ്ടത്. അതിന് പറ്റിയതാണ് ഇതിലൊരു അടിപ്പാത മൂത്തുന്നത് വരാൻ വേണ്ടി. അപ്പം അതിന് അത്ര കാര്യമായിരുന്നു സ്വാഗത പ്രസംഗത്തിൽ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇവിടെയും ഒരു അടിപ്പാത വരേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത തീർച്ചയായിട്ടുമുണ്ട്. എങ്കിൽ തന്നെയും അവകാശങ്ങളും നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ടതുമുണ്ട്.